എന്നിട്ട് അവനെ നാം മൂന്നാമത്തെ ലോകത്തിലേക്കുള്ള പ്രയാണം തുടങ്ങുകയാണ്. 9 മാസം ഉമ്മയുടെ വയറ്റിൽ സുഖമായി ജീവിച്ചു കഴിയുമ്പോൾ അടുത്ത ലോകത്തിലേക്കുള്ള വാതിൽ തുറക്കുകയാണ്. 9 മാസം കൃത്യമായിട്ട് തന്നെ ഉമ്മയുടെ വയറ്റിൽ കിടക്കണമെന്നില്ല. 6 മാസം പ്രസവിക്കുന്നില്ലേ, 7 പ്രസവിക്കുന്നില്ലേ, 8 പ്രസവിക്കുന്നില്ലേ, ചിലത് 10 പോകുന്നില്ലേ? സഹോദരങ്ങളെ, അള്ളാഹു നിശ്ചയിച്ച സമയത്തുമ്പോ സമയമാകും, പ്രസവം നടക്കും, ഭൂമിയിലേക്ക് വരും. ആ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് അടുത്ത ലോകമായ ദുനിയാവിലേക്ക് കടന്നു വരാനുള്ള ആ കടന്നു വരവിന്റെ പേരാണ് അൽ വിലാദ, പ്രസവം. ഇതേപോലെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം, ഇത് മൂന്നാമത്തെ ലോകം. അടുത്ത ലോകത്തേക്കുള്ളൊരു പ്രയാണമുണ്ട്, നിഷേധിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഖബറിനെ നിഷേധിക്കുന്നവർ ഉമ്മാടെ വയറിനെ നിഷേധിക്കേണ്ടി വരും. ആ ഖബറിലേക്ക് പോകുന്നതിന്റെ പേരാണ് മരണം. സഹോദരങ്ങളെ, മരണം ഒരു ജീവിതത്തിന്റെ ഒടുക്കമല്ല. നമ്മളൊക്കെ ചില ആളുകള് ചെറുപ്പക്കാര് പെട്ടെന്ന് മരിച്ചു വീഴുമ്പോൾ പേരുണ്ടല്ലോ, കഷ്ടം, ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ജീവിതം അവസാനിച്ചു, അല്ലേ? യുവാക്കളുടെ മരണം വർദ്ധിക്കുന്നത് ഖിയാമത്തിന്റെ അടയാളമാണ്. അപകട മരണങ്ങൾ വർദ്ധിച്ചു വരുന്നു. അപ്പൊ ജീവിതം അവസാനിച്ചു എന്നൊരു ചിന്ത ഇല്ല. മരണം ജീവിതത്തിന്റെ തുടക്കമാണ്, ഒടുക്കമല്ല. ഏത് ജീവിതത്തിന്റെ അദ്ദുനിയാ മസ്റഅത്തുൽ ആഖിറ, പരലോകം. ഈ 6 ലോകത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ 6 ലോകത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. ഒന്ന് ആലമുൽ ഊല, രണ്ടാമത്തെ ആലമുൽ ഉഖ്റ. ആലമുൽ ഊല എന്ന് പറഞ്ഞാൽ ആത്മാക്കളുടെ ലോകം, ആലമുൽ അർഹാം ഗർഭാശയ ലോകം, ആലമുൽ ദുനിയ ദുനിയാവിന്റെ ലോകം. അടുത്ത 3 ലോകം എന്ന് പറയുന്നത് ആലമുൽ ബർസഖ്, 4ാമത്തെ ലോകം, അതാണ് ഖബർ. ഖബർ ഒരു ലോകമാണ്. ആ ഖബറിലേക്ക് പോകുന്നതിന് മുമ്പ്, പോകുന്നതിന്റെ തുടക്കത്തിന്റെ പേരാണ് മരണം. ഈ മരണത്തിനൊരു പ്രത്യേകതയുണ്ട്. എന്താ? എല്ലാ ലോകത്തുനിന്നും അടുത്ത ലോകത്തേക്ക് ഒരു പ്രയാണമുണ്ട്. പക്ഷെ ഇവിടുന്ന് മാത്രം അങ്ങോട്ട് പോകുമ്പോ മരണം, അതിന്റെ പ്രത്യേകത. അതിനെന്താ ഇത്ര പ്രത്യേകത? പ്രസവം പോലെ. വലദതുക ഉമ്മുക യബ്ന ആദമ ബാകിയാ വന്നാസു ഹൗലക ലാഹിക മസ്റൂറാ ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ ഫീ ഹാലി മൗതിക ലാഹിക മസ്റൂറാ. കവി പാടുകയാണ്, സഹോദരങ്ങളെ, നീ ധരിച്ചു വീണപ്പോ, ഉമ്മാടെ വയറ്റിൽ നിന്ന് ഭൂമിയിലേക്ക് പിറന്നു വന്നപ്പോ, അള്ളാന്റെ പരിശുദ്ധ പ്രവാചകന്റെ വാക്കുകൾ കടമെടുത്തു വെച്ചിട്ട് കവി പാടുകയാണ്, വലദതുക ഉമ്മുക യബ്ന ആദമ ബാകിയാ. നീ ഉമ്മയുടെ വയറ്റിൽ നിന്ന് ജനിച്ചു വരുമ്പോ നിറകണ്ണുകളോടാ കടന്നു വന്നത്, കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടാ ഇറങ്ങി വന്നത്. വന്നാസു ഹൗലക ലാഹിക മസ്റൂറാ. നിന്റെ കരച്ചിൽ കണ്ടപ്പോ, നിന്റെ കരച്ചിൽ കാണുമ്പോ നിന്റെ ചുറ്റുഭാഗത്ത് കൂടി നിൽക്കുന്നവർ നിന്നെ നോക്കി ചിരിക്കുകയായിരുന്നു. ശരിയല്ലേ? എന്നൊരു പെണ്ണ് പ്രസവിക്കുമ്പോ ആ പ്രസവിച്ചു വീണ കുഞ്ഞിൽ കരഞ്ഞില്ലെങ്കിൽ ഞുള്ളിക്കരയിക്കുകയാണ്. അത് കരഞ്ഞില്ലെന്ന് പരാതി പറയുകയാണ്. കരയാത്തതിന്റെ പേരിൽ വിഷമിക്കുകയാണ്. എത്രയോ ശരിയാ, കരഞ്ഞുകൊണ്ടല്ലേ ഭൂമിയിലേക്ക് നീ കടന്നു വന്നത്. ആ കരച്ചിൽ കണ്ടിട്ടാണ് കൂടി നിൽക്കുന്നവരെ ചിരിക്കുന്നത്. കുഞ്ഞ് കരയുന്നത് കണ്ടിട്ടല്ലേ കൂടി നിൽക്കുന്നവരെ ചിരിക്കുന്നത്. വലദതുക ഉമ്മുക യബ്ന ആദമ ബാകിയാ വന്നാസു ഹൗലക ലാഹിക മസ്റൂറാ. അവന്റെ കരച്ചിൽ കണ്ടിട്ട് കൂടി നിൽക്കുന്നവര് ചിരിക്കുകയാണ്. അതേ കവി രണ്ടാമത് പൂർത്തീകരിക്കട്ടെ. ഫജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ. നീ കരഞ്ഞുകൊണ്ടുവന്നപ്പോ നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് ചിരിച്ചവരില്ലേ, അവസാനം അവരെല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് കരയുന്നൊരു രംഗമുണ്ട്. ഏതാണ് ആ രംഗമെന്നറിയോ? അതിന്റെ പേരാണടാ പെണ്ണുമോനെ മരണമെന്ന്. അതേ മീഞ്ചിറയിലെ ഏതെങ്കിലും ഒരു വീട്ടില് ഒരു ചെറുപ്പക്കാരന്റെ മയ്യത്ത് കൊണ്ടുവന്ന്
കൊണ്ടുവന്ന് വെക്കുമ്പോ ആ രംഗമെന്ന് മനസ്സിലേക്ക് വരട്ടെ. സഹോദരങ്ങളെ, നിങ്ങളുടെ ഓരോരുത്തരുടെയും വീടിന്റെ മുമ്പിലത്തെ മുറിയൊന്ന് മുമ്പിലേക്ക് വരട്ടെ. ആ ഹാള് മുമ്പിലേക്ക് മനസ്സിലേക്ക് വരട്ടെ. ആ വീടിന്റെ തിരുമുറ്റം മനസ്സിലേക്ക് കടന്നു വരട്ടെ. ആ തിരുമുറ്റത്തൊരു കട്ടിൽ കൊണ്ടുവന്നിടുകയാ. എന്നാണ് ഇത് സംഭവിക്കുന്നത്? പൊന്നുമോനെ, ഒരുപാട് നാളില്ല, ഒരുപാട് വർഷങ്ങൾ കഴിയണ്ട. അടുത്ത ദിവസം നിനക്ക് സംഭവിക്കാൻ പോണ കാര്യമാണ്. അതേ, നിന്റെ വീടിന്റെ മുറ്റത്ത് എല്ലാവരും ഒരു ടാർപ്പ വലിച്ചു കിട്ടിയിട്ട് ആ വീടിന്റെ മുറ്റത്തോ മുൻഭാഗത്തെ വീട്ടിലൊരു കട്ടിൽ വെക്കുകയാണ്. എങ്ങനെയാ കട്ടിൽ വെക്കുന്നത്? ചിരട്ടയിലോ പാത്രത്തിലോ വെള്ളം നിറച്ചിട്ട് ആ വെള്ളത്തിലാണ് 4 കാലും വെക്കുന്നത്. എന്തിനാ? ഉറുമ്പ് കയറാതിരിക്കാ, അതേ ഇഴജന്തുക്കൾ കടന്നു വരാതിരിക്കാ. കാരണം എന്താ? വേദനയേറ്റ് കിടക്കുന്ന മയ്യത്തില്ലേ, ആ മയ്യത്തിനെ എങ്ങാനും ഒരു ഉറുമ്പ് കടിച്ചാ, ഒരു പാറ്റ കടിച്ചാ, ഒരു എന്തെങ്കിലും ഇടജന്തുക്കളെ കടിച്ചാ അത് വല്ലാത്ത വേദനയല്ലേ, വല്ലാത്ത വേദനയല്ലേ. ആ വേദന സഹിക്കാൻ ആ മയ്യത്തിന് കഴിയില്ല. അതുകൊണ്ടാണ് ചിരട്ടയിലോ മറ്റോ വെള്ളമെടുത്തിട്ട് കട്ടിൽ വെക്കുന്നത്. മനസ്സിലേക്ക് വരട്ടെ ചെറുപ്പക്കാരാ, നമ്മുടെ വീടിന്റെ മുറ്റത്ത് നാളെ ഈ സമയത്ത് വാള് കേട്ടിരുന്ന ഇന്നീ സരസിൽ നിൽക്കുന്നവൻ ആരാ? നാളെ കട്ടിൽ മലർന്നു കിടക്കുന്നതെന്ന് അറിയാൻ പറ്റുമോ? ആരാണെന്നറിയാൻ പറ്റുമോ? അറിഞ്ഞില്ലേ? അടുത്ത് പെരുന്തൽമണ്ണയ്ക്കടുത്ത് പ്രസംഗം കേൾക്കാമെന്ന ഭാര്യയും ഭർത്താവുമാണ്. സഹോദരങ്ങളെ, സദസ്സിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ചുപോയത് വാർത്ത മലപ്പുറം ജില്ലയിലെ വാർത്താ മാധ്യമത്തിൽ നിറഞ്ഞു നിന്നതല്ലേ? മറന്നുപോയോ? മരണത്തിനൊരു മറുമരുന്നില്ല, മരണത്തിനൊരു കാരണമില്ല, മരണത്തിനൊരു കാരണവും വേണ്ട. സമയമാകുമ്പോ വലയ്യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അല്ലാഹുവേ, ഞാൻ വാലു സദസ്സിലാണ്, ഇതൊന്ന് കഴിഞ്ഞോട്ട് അല്ല പറയാൻ പറ്റില്ല. അല്ലാഹുവേ, ഞാൻ വിദേശത്താണ്, എന്റെ വീട്ടിലേക്കൊന്ന് മടങ്ങിപ്പോയിക്കോട്ടെ പറയാൻ പറ്റുമോ? എത്ര മയ്യത്തുകളാണ് സുബ്ഹാനല്ലാഹ്. കത്തിക്കരിഞ്ഞ മയ്യത്തുകള്, ദുർഗന്ധം വമിക്കുന്ന മയ്യത്തുകള്, മരുന്നുപയോഗിച്ച് 2-3 മാസം ഐസിയുവിലും ഐസിട്ട് വെച്ചിട്ട് ആ തലയൊരു തേങ്ങാട വലുപ്പത്തിൽ ചുരുങ്ങിപ്പോയ പ്രവാസിയുടെ മയ്യത്തില്ലേ? സഹോദരങ്ങളെ, ഒരു മയ്യത്ത് കണ്ടു ഞാൻ പ്രവാസ ജീവിതത്തിൽ മരിച്ചൊരു സഹോദരന്റെ മയ്യത്താ. ആ സഹോദരന്റെ രേഖകൾ ശരിയാക്കാൻ 2 മാസത്തോളം എടുത്തു. ആ 2 മാസവും ആ സഹോദരന്റെ മയ്യത്ത് കൊണ്ടുപോയി മോർച്ചറിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. 2 മാസം കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോ ജീർണിക്കാതിരിക്കാ, ആ മയ്യത്തെ കേടുപാട് സംഭവിക്കാതിരിക്കാ, കെമിക്കലിന്റെ വസ്തുക്കൾ ഉപയോഗിച്ചതിന്റെ ഫലമായി ആ മയ്യത്തിന്റെ തല മുഴുവനും ചെറുതായി ചുരുങ്ങി ഒരു ചിരട്ടയുടെ വലുപ്പത്തിലായിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്തോരവസ്ഥയാ! ഈ എല്ലാവരും മനസ്സിലാക്കുന്നതല്ലേ? ചിരട്ടയുടെ പുറത്ത് കട്ടിൽ വെക്കുന്നത് ഒരു ഉറുമ്പ് കടിച്ചാ പോലും വേദനയുള്ളത് കൊണ്ടല്ലേ? ആ മയ്യത്ത് കൊണ്ടുപോയിട്ട് മൊബൈൽ മോർച്ചറിയിൽ വെക്കുന്ന സംസ്കാരം എന്റെ പൊന്നു മുസ്ലിമേ ഒഴിവാക്കണേ. വല്ലാത്ത അപകടമല്ലേ? മയ്യത്തിനെ ക്രൂരമായി ഉപദ്രവിക്കുന്നതിന് തുല്യമല്ലേ അത്? ഇന്നൊരു പുതിയ സംസ്കാരമാണത്, മൊബൈൽ മോർച്ചറി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഈ സദസ്സിൽ ഏതെങ്കിലും ഗൾഫിലുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ഡയറി എടുത്തിട്ട് എഴുതി വെച്ചോ, അല്ലെങ്കിൽ മക്കളോട് വസീയത്ത് ചെയ്തോ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, അല്ലെങ്കിൽ ഗൾഫിൽ നിൽക്കുന്ന മക്കളെ വിളിച്ചിട്ട് പറയണം, മോനെ, ഞാൻ മരിച്ചാ നീ വരാൻ കാത്തിരിക്കാൻ എന്റെ മയ്യത്ത് കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കരുത്. മത്തിയും ചാളയും അയലയും കൊണ്ടുപോയി ഫ്രീസറിൽ വെക്കുന്നത് പോലെ വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുപോയി വെക്കുകയാണ് മൊബൈൽ മോർച്ചറിയിൽ. ഇതിനേക്കാൾ വലിയൊരു അദാബുണ്ടോ? അശദ്ദുന്നാരി വൽ ബർദി മിൻ അദാബിന്നാർ. നിങ്ങൾക്കറിയോ, കടുത്ത ചൂട്, കടുത്ത തണുപ്പ്, ഇത് രണ്ടും നരകത്തിന്റെ ശിക്ഷകളാണ്. ഐസിന്റെ പുറത്ത് ചെരുപ്പില്ലാതെ കയറി നിൽക്കാൻ പറ്റുമോ? തീ കനലിന്റെ പുറത്ത് കയറി നിൽക്കാൻ പറ്റുമോ? ഇത് രണ്ടും തുല്യം തന്നെയല്ലേ? ഇത് രണ്ടും നരകത്തിലെ ശിക്ഷയുടെ ഭാഗമാണ്. വാപ്പ മരിച്ചു, നരകത്തിന്റെ ശിക്ഷ അനുഭവിക്കുന്നതിന് മുമ്പ് ദുനിയാവിൽ വെച്ച് മകന്റെ വക ഒരു ശിക്ഷ. മൊബൈൽ മോർച്ചറി 5000-6000 രൂപ കൊടുത്തിട്ട് കാശിനാണ് നരകം വാങ്ങിച്ചു വാപ്പാക്ക് കൊടുത്തത്. വാപ്പാ നിന്നെ വിടില്ല, ദുനിയാവിൽ വെച്ച് നീ കുറച്ച് അനുഭവിച്ചിട്ട് പോയാൽ മതി. എന്റെ പൊന്നു പിതാക്കന്മാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ദുർഗതിയാണത്.
അതേപോലെ തന്നെ ഗൾഫിൽ മരിക്കുന്ന മക്കൾ, അള്ളാഹു പ്രവാസികളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു പ്രവാസികളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു അവരെ എന്നേക്കുമായി സർവ്വ ഇടങ്ങേറുകളിൽ നിന്നും കാത്തുരക്ഷിക്കട്ടെ. പോയതിനേക്കാൾ നല്ല നിലയിൽ തിരിച്ചു വന്ന് കാണാൻ നമ്മുടെ പ്രവാസികൾക്ക് അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാവര്, നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണവര്. പ്രവാസികളുടെ ജീവിതം എന്താ സഹോദരങ്ങളെ? ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോ ഒരു സഹോദരനെ കാണാൻ പോയി. എന്താ റൂമിൽ കിടക്കുന്ന ആ സഹോദരന്റെ കണ്ണുനീർ ചാലിട്ടൊഴുകാണ് കണ്ണിലൂടി. എന്താ 8 വർഷമായി തനിക്ക് ജനിച്ച മകനെ ഒന്ന് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് വരെ ഭാര്യ വിളിക്കുമ്പോഴെല്ലാം കണ്ണുനീര്. നാട്ടിൽ വരാൻ ഒരു നിവൃത്തിയില്ല. കാരണം രേഖകളെല്ലാം നഷ്ടപ്പെട്ടു, പിടിക്കപ്പെടുമെന്ന ഭയമുള്ള അവസ്ഥയിൽ റൂമിനകത്ത് ഇങ്ങനെ കഴിയാൻ. പ്രവാസികളുടെ സാഹചര്യം എന്താ? അള്ളാഹു കഷ്ടപ്പെടുന്ന മുഴുവൻ പേർക്കും നല്ല അവസ്ഥ നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, അവിടെ വെച്ച് ഗൾഫ് ജീവിതത്തിൽ വെച്ച് ആരെങ്കിലും മരിച്ചാൽ എന്റെ പൊന്നു ഉപ്പമാര് മലപ്പുറം ജില്ലയോടാ ഞാൻ പറയുന്നത്, നിങ്ങൾ ഒരിക്കലും എന്റെ മകനെ നാട്ടിൽ കൊണ്ടുവരണമെന്ന് ശാഠ്യം പിടിക്കരുത്. അത് മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണ്. എവിടെ മരിച്ചോ മറവ് ചെയ്തേക്കുക. ഒന്ന് കണ്ടാൽ സ്വർഗം കിട്ടുമോ? മയ്യത്തൊന്ന് കണ്ടെന്ന് കരുതി സ്വർഗം കിട്ടുമോ? കിട്ടില്ല സഹോദരങ്ങള്. മയ്യത്ത് കാണൽ ഒരു സുന്നത്ത് പോലും ഇല്ല. ആ മരണ വീട്ടിൽ പോയി തഅസിയത്ത് രേഖപ്പെടുത്തൽ ആ സുന്നത്ത്. മരിച്ച ആളെ കാണൽ സുന്നത്തില്ല. പിന്നെയോ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ മറവ് ചെയ്യുക, അതിനുള്ള അവസരം ഒരുക്കുക. അതല്ലാതെ ദിവസങ്ങളോളം ആഴ്ചകളോളം മോർച്ചറിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കേൾക്കണോ സഹോദരങ്ങളെ? എന്റെ ഡ്രൈവർ ഉണ്ടല്ലോ, അത് സാധാരണ ഡ്രൈവർ അല്ല. അവൻ എമിറേറ്റ്സിൽ എയർ ഹോസ്റ്റസ് ആണ്. സാധാരണ ഡ്രൈവർ ഒന്നും അല്ല എന്റെ ഡ്രൈവർ. ചെറുപ്പം മുതലേ എന്റെ അടുത്ത് പഠിച്ച് പിന്നീട് അവൻ എയർ ഹോസ്റ്റസ് ആവണമെന്ന് വലിയ ആഗ്രഹം, അങ്ങനെ പഠിച്ച ആളാണ്. അപ്പൊ അവനൊരു വിഷയം പറഞ്ഞപ്പോ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടു പോയി. അല്ലാഹുവേ, ഒരു മയ്യത്ത് ഒരു ബോഡി കൊണ്ടുവന്നു വിദേശത്ത് നിന്ന്. ഫ്ലൈറ്റിൽ ലഗേജ് കൊണ്ടുവരുന്ന സ്ഥലത്താണ് ഈ ബോഡി കൊണ്ടുവരുന്നത്. അറിയില്ലേ? ഫ്ലൈറ്റിൽ ലഗേജ് വലിച്ചെറിയുന്നത് പോലെ ഈ മയ്യത്ത് പറ്റി വലിച്ചെറിയുകയാണ്. ഒരു സൂക്ഷ്മതയില്ല, വലിച്ചെറിയാൻ ഒരു പരിഗണനയുമില്ല. എന്നിട്ടോ തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു ബോഡി വന്നു. ആ ബോഡി എയർപോർട്ടിൽ വെയിലത്ത് കിടക്കുകയാ. ആരും എടുക്കുന്നില്ല. കാരണം എന്താ? ഇത് ഉന്തിക്കൊണ്ട് പോകണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാ. പെട്ടെന്നൊന്നും ആരും എടുക്കുന്നില്ല. അവസാനം ഈ സഹോദരനാണ് ഓടിപ്പോയി ഒരു മുസ്ലിമിന്റെ മയ്യത്താണല്ലോ എന്ന് കരുതി അത് വല്ലാതെ കഷ്ടപ്പെട്ട് തണലിലേക്ക് ഉന്തി മാറ്റിവെച്ചത്. ദുർഗതിയോർക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് മരിച്ചാൽ ഉടനെ മറവ് ചെയ്യാനുള്ള അവസരം കണ്ടെത്തണം. അതല്ലാതെ കാണാനും കാണിക്കാനുമായി ഫ്രീസറിലും അതേപോലെ മൊബൈൽ മോർച്ചയിലും വെക്കുന്ന രംഗം അപകടമാണ്. അത് വല്ലാത്തൊരു ദുർഗതിയാണ് കേട്ടോ. ആ അവസ്ഥയ്ക്ക് വേണ്ടി ആരും മയക്കണ്ട. ഓരോരുത്തരും എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ സഹോദരന്മാരും മനസ്സിന് തങ്കിലികൾ കൊണ്ട് എഴുതി വെച്ചോ. ഇത് എല്ലാവർക്കും വരാൻ പോകുന്ന രംഗമാണ്. എല്ലാവരും അനുഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയാ സഹോദരങ്ങളെ. എത്രയോ മയ്യത്തുകളാണ് പ്രവാസികൾ ജീവിതത്തിൽ നിന്ന് ലോകത്തേക്ക് കടന്നു വരുന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്, കേരളത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹു അവരെ അതിൽ നിന്ന് മോചിപ്പിക്കട്ടെ. ഞാൻ എല്ലാ സദസ്സിലും പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. കാരണം എന്താ? കേരളത്തിന്റെ എല്ലാ പള്ളികളും മദ്രസകളും സ്ഥാപനങ്ങളും അതിന്റെ നിലനിൽപ്പും പ്രവർത്തനങ്ങളും എല്ലാം പാവപ്പെട്ട പ്രവാസികളുടെ വിയർപ്പിന്റെ അംശമാണ്. അല്ലാഹു അവരെ എങ്ങാനും നിത്താക്കാത്തുന്ന പുതിയ നിയമം വന്നിട്ട് സൗദി അറേബ്യയിൽ വല്ലാതെ പ്രയാസപ്പെടുകയല്ലേ. ആ അവസ്ഥയിലെങ്ങാനോ അനവധി ആളുകൾ കയറി വരേണ്ട ഗതികേടിലെത്തിയാൽ നമ്മുടെ അവസ്ഥ എന്താ? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് മരിച്ചാൽ പെട്ടെന്ന് തന്നെ അടക്കാനുള്ള പരിപാടി ചെയ്യാം. അത് പിന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം, അതിപ്പോ ഒരുപാട് സമയമൊന്നുമില്ല, അടുത്ത നിമിഷം സംഭവിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, എഴുതി വെച്ചോ, അല്ലെങ്കിൽ മക്കളോട് വസിയത്ത് ചെയ്യും. സഹോദരങ്ങളെ, പണക്കാരെ പാവപ്പെട്ടവനാക്കാനും പാവപ്പെട്ടവരെ പണക്കാരനാക്കാനും അല്ലാഹ് ഒരു നിമിഷം മതി. ഒരു വലിയ തെളിവെന്റെ കയ്യിലുണ്ട്. ഒരിക്കൽ കടുവാപ്പള്ളിയിൽ, ഞാൻ ജോലി ചെയ്യുന്ന കടുവാപ്പള്ളിയിൽ ജുമുഅ നമസ്കാരം ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ജുമുഅ നമസ്കാരം കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോ, സാധാരണ വെള്ളിയാഴ്ചകളിൽ ഒരുപാട് പേര് തോർത്ത് വിരിച്ച് പിരിവിന് നിൽക്കാറുണ്ട്, സാധുക്കളായ ആളുകൾ. ഞാൻ ജുമാ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ ഇറങ്ങി വരുമ്പോൾ നല്ല പരിചയമുള്ള ഒരാൾ തോർത്ത് വിരിച്ചിട്ട് യാചന നടത്തുകയാണ്. മുഖം കണ്ടപ്പോൾ നല്ല പരിചയം. ഞാൻ അടുത്തു പോയി സലാം പറഞ്ഞു. പൊട്ടിക്കരയുകയാണ് അയാള്.
മനസ്സിലായി സഹോദരങ്ങളെ. 6 വർഷത്തിന് മുമ്പ് ഞാൻ പ്രസംഗത്തിന് പോയ ഒരു സ്ഥലത്ത് ആ പ്രസംഗം നടന്ന സംഘടനയുടെ സംഘാടകനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ 2 നില വീട്ടിന്റെ 2ാമത്തെ നിലയിലെ ശീതീകരിച്ച AC റൂമിലാണ് അന്ന് പോയപ്പോൾ ഞാൻ താമസിച്ചത്. ആ മനുഷ്യൻ ഇന്ന് പള്ളിയുടെ മുമ്പിൽ നിന്ന് കൈനീട്ടി യാചിക്കുകയാ, നിങ്ങൾക്ക് കേൾക്കണോ, അള്ളാന്റെ തീരുമാനം, അള്ളാന്റെ തീരുമാനം. അയാളെ ഞാൻ പെട്ടെന്ന് ഞാൻ കണ്ണു തള്ളിപ്പോ, അള്ളാഹു ഇതെന്ത്, ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യത്തെ അനുഭവം. കൈപിടിച്ച് ഞാൻ റൂമിൽ കൊണ്ടുപോയി. റൂമിൽ കൊണ്ട് ഞാൻ വീട്ടിൽ പോകാൻ വന്ന ആള് തിരിച്ച് അദ്ദേഹത്തെ കൊണ്ട് റൂമിൽ ചെന്നിരുത്തി. അയാളെ സമാധാനപ്പെടുത്തി. ഇയാളങ്ങ് പൊട്ടിക്കരയുക എന്റെ മുമ്പിൽ. അവസാനം ഇയാള് ഗദ്ഗദകണ്ഠനായി പറഞ്ഞു തുടങ്ങി, ഉസ്താദേ, ഏക മകൾ, ഒരേ ഒരു മകൾ, ആ മകളെ കെട്ടിച്ചത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിലാണ്. കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞില്ല, 2-3 മാസം കഴിഞ്ഞപ്പോഴാ മകളും മരുമകനും യാത്ര ചെയ്ത വാഹനം എറണാകുളം ബൈപ്പാസിൽ വെച്ച് ടിപ്പറുമായി കൂട്ടിയിടിച്ചിട്ട് 2 പേരും മരണപ്പെട്ടു. ഏക മകൾ, ആണും പെണ്ണുമായി മകൾ നഷ്ടപ്പെട്ടപ്പോ വല്ലാത്ത വേദനയിലായി. മക്കൾ നഷ്ടപ്പെടുമ്പോഴല്ലേ അതിന്റെ വേദന അറിയൂ. അള്ളാഹു നമ്മുടെയൊക്കെ മക്കൾക്ക് ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. കാരണം ഇന്ന് ബൈക്കുകള്, എന്താ ബൈക്ക് ആക്സിഡന്റുകളാ കേൾക്കുന്നത് മുഴുവനും. സഹോദരങ്ങൾ, നമ്മുടെ യുവാക്കളെ എല്ലാം അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. ഈ മരണത്തിനെ ഓർത്തോർത്ത് വീട്ടിലിരുന്ന് വിങ്ങി പൊട്ടുകയാ ഉസ്താദെ, ഞാനും എൻ്റെ ഭാര്യയും. ഏതാണ്ട് 1 വർഷം തികഞ്ഞില്ല, എൻ്റെ ഭാര്യയ്ക്ക് തലവേദന, നിലയ്ക്കാത്ത തലവേദന. ഈ തലവേദന സഹിക്കാൻ പറ്റാതെ അവസാനം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധിച്ചപ്പോഴാണ് അറിയുന്നത് ബ്രെയിൻ ട്യൂമറാണ്. അവസാനം തിരുവനന്തപുരം RCCയിൽ 2 വർഷം കടന്നു. എൻ്റെ മകള് നഷ്ടപ്പെട്ട വേദനയിൽ ഭാര്യയെങ്കിലും തിരിച്ചു കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഉസ്താദെ, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനും വിറ്റിട്ട് ഞാൻ അവൾക്ക് വേണ്ടി ചികിത്സിച്ചു. കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ വിറ്റിട്ട്, നിസാര വിലയ്ക്ക് വിറ്റിട്ട് ഭാര്യയെ ചികിത്സിച്ചു. 2 വർഷം കൊണ്ടല്ല എല്ലാം തീർന്നു. ഉസ്താദ് അന്ന് വന്നപ്പോൾ താമസിച്ച വീട് ഞാൻ വിറ്റു, എല്ലാം തീർന്നു. ഇന്ന് എനിക്ക് 1 ചില്ലി പൈസയോ 1 തുണ്ട് ഭൂമിയോ എനിക്കില്ല, എല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ഭാര്യയും മരിച്ചു. ഇന്ന് ഞാൻ 2 കിഡ്നിയും വീക്കായിട്ട് പ്രവർത്തനരഹിതമായി ഡയാലിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഡയാലിസ് ചെയ്യാൻ പൈസയില്ല, ഞാൻ ചെയ്യുന്നുമില്ല. ഞാൻ മരിച്ചോട്ടെ, എൻ്റെ മകളും ഭാര്യയും പോയ വഴിയെ ഞാനും പൊയ്ക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഉസ്താദെ, വിശക്കുന്നു, വിശപ്പിന്റെ വേദന എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എൻ്റെ നാട്ടിൽ ആരുടെയും മുമ്പിൽ കൈനീട്ടാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ആരും അറിയില്ലല്ലോ എന്ന് കരുതിയാ ഇവിടെ വന്ന് യാചിച്ചത്. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ അള്ളാഹു എന്നെ എത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ എന്നെ കെട്ടിപ്പിടിച്ചു വല്ലാതെ നിലവിളിച്ചു പോയ രംഗം നോക്കണം. ഒരു ചെറിയ അസുഖം വന്നാൽ മതി എല്ലാം തകർന്നടിയാൻ. വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. അപ്പൊ മരണം എന്നുള്ളത് അടുത്ത ലോകത്തേക്കുള്ള, 4ാമത്തെ ലോകത്തേക്കുള്ള പ്രയാണമാണ്. ആ പ്രയാണത്തിന്റെ പേരാണ് മരണം. മരണത്തോടുകൂടിയാണ് ആലമുൽ ബർസഖിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞല്ലോ, മരിച്ചു കഴിയുമ്പോ എല്ലാവരും ആ ശരീരത്തെ കെട്ടിപ്പൊതിഞ്ഞ് 3 കെട്ടിങ്കെട്ട് കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ എന്നിട്ട് എല്ലാവരും മടങ്ങിപ്പോവുകയാണ്. എല്ലാവരും മടങ്ങിപ്പോകുമ്പോ ആ കബറിലേക്ക് 2 മലക്കുകൾ വരും. ആ മലക്കുകൾ വന്നിട്ട് ആ മയ്യത്തിനെ ചോദ്യം ചെയ്യാൻ ആ ശരീരത്തിലേക്ക് പിരിഞ്ഞുപോയ ആത്മാവ് മടങ്ങി വരികയാണ്. ആത്മാവ് മടങ്ങി വരുമ്പോ നിമിഷങ്ങൾക്ക് മുമ്പാണ് മക്കളുടെ ദീനരോധനങ്ങൾ കേട്ടത്. അതേ തന്റെ വീട്ടുമുറ്റത്ത് വെച്ച് ഭാര്യ പൊട്ടിക്കരഞ്ഞപ്പോ, തന്റെ മാതാപിതാക്കളെ മോനേന്ന് വിളിച്ച് നിലവിളിച്ചപ്പോ ആ വിളിയെല്ലാം മയ്യത്ത് കേൾക്കുമെന്നാണ്. സഹോദരങ്ങളെ, മയ്യത്തിന്റെ മുന്നിൽ വെച്ച് നിലവിളിക്കുമ്പോ, മയ്യത്തിന്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയുമ്പോ ആ പൊട്ടിക്കരയുന്ന ആ ശബ്ദമെല്ലാം മയ്യത്ത് കേൾക്കുന്നുണ്ട്. പക്ഷേ മറുപടി പറയാ മയ്യത്തിന് കഴിയുന്നില്ല, നാക്കൊന്ന് ചലിപ്പിക്കാൻ മയ്യത്തിന് കഴിയുന്നില്ല. അങ്ങനെ വല്ലാതെ കിടക്കുകയാണ് ആ മയ്യത്ത്. അങ്ങനെ കബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ, കബറിലേക്ക് കൊണ്ടുവച്ച് ആ മയ്യത്തിലേക്ക് റൂഹ് തിരിച്ചു കൊടുക്കുമ്പോ, ഇനി എന്റെ സഹോദരങ്ങളെ ഒന്നുകൂടി നിങ്ങളെ മനസ്സിലാക്കേണ്ടതില്ലേ, എന്താണ് മരണം? എന്താണ് മരണം? സുബ്ഹാനല്ലാഹ്, മരണത്തിന് അസഹനീയമായ വേദനയാണ്. സക്കറാത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ ആയിഷയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുമ്പോ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, എന്റെ പല്ലൊന്ന് തേച്ചു തരുമോ ആയിഷ? അറാക്ക് കൊണ്ട് തന്റെ വായിലിട്ട് ചതച്ച് ഭസ്മമാക്കിയിട്ട് ആ അറാക്ക് കൊണ്ട് പല്ലൊന്ന് തേച്ചു തരുമോ
ആയിഷ, മരിക്കാൻ കിടക്കുന്ന വാപ്പാക്ക് ആ പല്ല് മെല്ലെ അറാക്ക് കൊണ്ട് തേച്ചു കൊടുക്കല് സുന്നത്താണ്. മരണവേദനയ്ക്ക് കുറവ് കിട്ടുമെന്ന സഹോദരങ്ങളെ ആ മയ്യത്തിന്, ആ മരിക്കാൻ പോകുന്ന മനുഷ്യന്റെ മരണവേദന കുറച്ച് കിട്ടാ അത് ഉപകരിക്കുമെന്ന് പറയപ്പെടുമ്പോ, എന്നിട്ട് മുത്തായ നബിതങ്ങളെ മരണവേദന കൊണ്ട് വല്ലാതെ പ്രയാസപ്പെടുമ്പോ ആയിഷാനെ വിളിച്ചിട്ട് പറയുകയാണ്, യാ ആയിഷ, ഇന്നലെ മൗത്തിലെ സക്കറാ, മരണത്തിന് സഹനീയമായ വേദനയാണ് ആയിഷ, മരണത്തിന് അസഹനീയമായ വേദനയാണ് ആയിഷ. മുത്തായ നബിതങ്ങൾ പോലെ മരണത്തിന്റെ വേദന അനുഭവിച്ചുവെങ്കിൽ എന്താണ് മരണത്തിന്റെ വേദന എന്നറിയോ സഹോദരങ്ങളെ? നിങ്ങൾക്കറിയോ? റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം മരിക്കാതെ ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരിൽ ഒരാൾ. 4 പ്രവാചകന്മാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. 4 പ്രവാചകന്മാർ ഇന്നും ജീവനോടെ ഇരിപ്പുണ്ട്. അറിയോ? അതിലൊന്നാണ് റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ആകാശത്ത്. പിന്നെ ഒരു പ്രവാചകൻ ഭൂമിയിലുണ്ട്, ഒരു പ്രവാചകൻ കടലിലുണ്ട്, ഒരു പ്രവാചകൻ സ്വർഗത്തിലുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, മരിക്കാതെ സ്വർഗത്തിൽ പോയൊരു പ്രവാചകൻ. അത് എങ്ങനെ പോയി? അല്ല പറഞ്ഞു സ്വർഗത്തിൽ പോണെങ്കിൽ മരിച്ചേ പറ്റൂ. പിന്നെ മരിക്കാതെ എങ്ങനെ സ്വർഗത്തിലേക്ക് ആ പ്രവാചകൻ പോയത്? ഇൻഷാ അല്ലാഹ് നാളെ പറയാം. സഹോദരങ്ങളെ, റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാം ആകാശത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ്. ഈസാ നബി അലൈഹിസ്സലാം തന്റെ ഉമ്മയുമായി, ആരായിരുന്നു ഇവർ രണ്ടുപേരും? പകല് മുഴുവനും നോമ്പാണ്, രാത്രിയിൽ നിസ്കാരമാണ്. എല്ലാ ദിവസവും ഇങ്ങനെ തന്നെ, പകല് മുഴുവനും നോമ്പ്, രാത്രിയിൽ നിന്ന് നമസ്കാരം. ഒരിക്കൽ ഈസാ എന്ന പ്രിയപ്പെട്ട മകൻ തൊട്ടിലിൽ കിടക്കുമ്പോഴേ പ്രവാചകത്വ ലബ്ധി കിട്ടിയ ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി എന്ന് പറയുമ്പോൾ യേശു അല്ല, അത് നമ്മൾ തിരിച്ചറിയണം. ക്രൈസ്തവ ലോകം എന്ന് പറയുന്ന യേശു അല്ല ഈസാ നബി അലൈഹിസ്സലാം. പക്ഷേ അവർ വിശ്വസിക്കുന്ന യേശുവാണ് ഈസാ നബി അലൈഹിസ്സലാം. യഥാർത്ഥത്തിൽ അവര് കുരിശിൽ തറച്ചത് യേശുവിനെ അല്ല, ഈസാ നബിയാണെന്ന് പറയുന്നു. പക്ഷെ അല്ല, പാപഭാരം പേറി ആ യേശു എന്ന് പറയുന്ന വ്യക്തി കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുമ്പോ അത് യേശുവല്ല, അത് യൂദാസായിരുന്നു. അള്ളാന്റെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, വലാകിൻ ശുബ്ബിഹ, രൂപ സാദൃശ്യം കൊടുത്തു യൂദാസിന്, എന്നിട്ട് പിടിച്ച് തറയ്ക്കുകയായിരുന്നു. അതുകൊണ്ടല്ലേ കുരിശിൽ കിടക്കുന്ന ആണി തറയ്ക്കുമ്പോഴും യൂദാസ് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന യേശു അല്ല ഞാൻ, എന്നെ വിട്, ഞാൻ യേശുവല്ലാന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോഴും ഈ പാവങ്ങൾ വിശ്വസിച്ചെന്താ? മരിക്കാൻ പോകുന്നതിന്റെ പേടി കൊണ്ട് യേശു വിളിച്ചു പറയണതാണെന്നാ കരുതിയത്. അങ്ങനെ പിടിച്ച് തറയ്ക്കായിരുന്നു. സഹോദരങ്ങളെ, യേശു യഥാർത്ഥത്തിൽ ഈസാ നബിയല്ല. വറഫഅനാഹു മകാനൻ അലിയ. അല്ലാഹു പറയുന്നു, ഈസാ നബിയെ നാം ഉയർത്തി. അല്ലാഹു പറയാണ്. ഇപ്പൊ ഈ അടുത്ത് വലിയൊരു ചർച്ചാ വിഷയം നടക്കുകയാണ്. ഒരു ക്ലിപ്പ്, ആ ക്ലിപ്പ് ഞാൻ കണ്ടു. എന്താണ് ആ ക്ലിപ്പ് എന്നറിയോ? ഒരു പണ്ഡിതൻ എന്ന് പറയുന്ന ഒരു ഇബ്ലീസ്, ഒരു പണ്ഡിതനെന്ന് പറയുന്ന ഇബ്ലീസ് പല രൂപത്തിൽ വരാം, പല കോലത്തിലും വരാം. ഇപ്പൊ ഇത് പണ്ഡിതന്റെ രൂപത്തിലാണ് വന്നേക്കുന്നത്. ഒരു സുലൈമാൻ ദാരിമി എന്ന് പറയുന്ന ഒരു ശൈത്താൻ ക്രിസ്ത്യാനി മതമായി, ക്രിസ്തു മതത്തിലേക്ക് പോയി. സഹോദരങ്ങളെ, യഥാർത്ഥത്തില് ആ സ്ഥാപനത്തിൽ അങ്ങനെ ഒരാൾ പഠിച്ചിട്ടേ ഇല്ല, ഒരു ദാരിമി അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഇല്ല. പക്ഷെ പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. സുലൈമാൻ ദാരിമി എത്ര? ഞാൻ വിശ്വസിക്കുന്നു അയാൾ ഏതോ ക്രിസ്ത്യാനികളുടെ സൃഷ്ടി തന്നെയാണ്. അവസാനം അയാൾ പ്രസംഗിക്കുകയാണ്. ആ ക്ലിപ്പ് വെച്ചിട്ട് പല വിദ്യാഭ്യാസമില്ലാത്ത, ഖുർആൻ പഠിച്ചിട്ടില്ലാത്ത മുസ്ലിം ചെറുപ്പക്കാരുടെ ഇടയിൽ വല്ലാത്ത പ്രചരണം നടക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ പെട്ടുപോകരുത്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമാണ്. അതിൽ അയാൾ പറയുന്നുണ്ട്, എന്താ പറയണെന്നറിയോ? ഞാൻ ഖുർആനിൽ പരിശോധിച്ചപ്പോ യേശുവിന്റെ പേര് 25 പ്രാവശ്യം കണ്ടു. ഈസബിന് മറിയം. മുഹമ്മദിന്റെ പേര് 4 പ്രാവശ്യമേ ഉള്ളൂ. അതുകൊണ്ട് 4 പ്രാവശ്യം പറഞ്ഞ മുഹമ്മദിനെ സ്വീകരിക്കണോ, 25 പ്രാവശ്യം പറഞ്ഞ യേശുവിനെ സ്വീകരിക്കണോ? അതുകൊണ്ട് 25 പ്രാവശ്യം പറഞ്ഞ യേശുവിന്റെ പുറകെ ഞാൻ പോവാ എന്ന് അയാൾ പറയണത്. ഇതിന് 2 മറുപടി നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് മാന്യമായ മറുപടി, ഒന്ന് കുരുത്തം കെട്ട മറുപടി. അല്ലാഹു തആല അങ്ങനെയല്ലേ?
ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചു, അല്ലാഹുവേ, ഈ മരിച്ചുപോയവരെയൊക്കെ നീ പുനർജീവിപ്പിക്കുമെന്ന് പറയുന്നല്ലോ, അതെങ്ങനെയാണ്? അപ്പൊ അല്ലാഹു തആല പറഞ്ഞു, നീ ഒരു പക്ഷിയെ പിടിക്കുക, ഖുദ് അർബഅതൻ മിന തൂരി ഫസ്റുഹുന്ന ഇലൈക ثم اجعل على كل جبل منهن جزءا. അള്ളാഹു പറഞ്ഞു, അതിനെ കീറുക, 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടിടുക, താഴെ നിന്നിട്ട് നീ അതിനെ വിളിച്ചാൽ അത് നടന്ന് നിന്റെ മുമ്പിലെത്തും. ഇതേപോലെ പല ഭാഗത്ത് വിതറിയിട്ടാലും ശരി മരിച്ചവരെ നമ്മൾ എഴുന്നേൽപ്പിക്കും. സഹോദരങ്ങൾ, ഇതേ ചോദ്യം മക്ക ഖുറൈശികൾ ചോദിച്ച പ്രവാചകൻ, ആഖിറ ഉണ്ടെന്നോ, മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുമെന്നോ? മണ്ടൻ മരമല്ലൻ മുഹമ്മദ് പറയണത് കണ്ടില്ലേ? അതെങ്ങനെയാ ജീവിപ്പിക്കുന്നത്? അള്ളാഹുവിന്റെ പ്രവാചകനോട് ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു, നബിയേ, അല്ലദീ അൻശഅഹ അവ്വല മറ. അവർ ചോദിച്ചു, മുഹമ്മദേ, ഈ മരിച്ചവരെ എങ്ങനെ രണ്ടാമത് ജീവിപ്പിക്കണത്? ഇബ്രാഹിം നബി ചോദിച്ച അതേ ചോദ്യമാണ്, പക്ഷെ ചോദ്യകർത്താവിന്റെ ദിശ മാറി. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു, അല്ലദീ അൻശഅഹ അവ്വല മറ, ആദ്യം ഉണ്ടാക്കിയവൻ പിന്നെ ഉണ്ടാക്കിക്കോളും, നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാൻ പോകണ്ട. ഒരു സാധനം ആദ്യം ഉണ്ടാക്കാനാ ബുദ്ധിമുട്ട്. ഒരു കട്ടില് ആദ്യം ഒരു രൂപം ഉണ്ടാക്കാനാ പാട്. ഒന്നുണ്ടാക്കിയാൽ അതേ രൂപത്തെ വേറെ ഉണ്ടാക്കാൻ ഒരു പാടില്ല. അപ്പോ ഇതേപോലെ 2 മറുപടി. ഇയാള് പറയുന്നു, മുഹമ്മദിനെ ഞാൻ 4 തവണയെ കണ്ടുള്ളൂ, യേശുവിനെ 25 പ്രാവശ്യം കണ്ടു. അതിന് നേരെ ഒരു മറുപടി ഉള്ള എന്താ? നേരെ ശരിയായ മറുപടി, പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിൽ മുഹമ്മദ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇറങ്ങിയ ഗ്രന്ഥമല്ല. ഹുദല്ലിൽ മുത്തഖീൻ, അത് പൂർവീകരായ, അത് തഖ്വയിൽ ദുഷ്ടമായി ജീവിക്കാൻ മനസ്സുള്ളവർക്ക് മാർഗദർശനമാണ്. അതിൽ 4 പ്രാവശ്യം മുഹമ്മദ് എന്ന പേര് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? അള്ളാഹുവിന്റെ റസൂലിനെ പരിചയപ്പെടുത്താനാണ് അള്ളാഹു മുഹമ്മദ് എന്ന് പറയുന്നത്. അതല്ലാതെ അങ്ങനെയല്ല സഹോദരങ്ങളെ. എത്രയോ സ്ഥലങ്ങളിൽ അല്ലാഹു തആല പുണ്യ നബിയെ വിളിച്ചിട്ടുണ്ട്. നബിയേ 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 നബിയേ. ഒരിടത്ത് പോലും മുഹമ്മദ് അല്ലാഹു വിളിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയോ, മൂസാ നബിയെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. അല്ലാഹു മൂസാ നബിയെ വിളിച്ചു യാ മൂസ, ഈസാ നബിയെ വിളിച്ചു യാ ഈസ ഇബ്നു മറിയം, യാ സുലൈമാൻ, യാ ദാവൂദ്, യാ അയ്യൂബ്, യാ ശുഐബ്, യാ സക്കരിയ, യാ യഹ്യ. എല്ലാവരെയും ഖുർആൻ വിളിച്ചത് അല്ലാഹു വിളിച്ചത് പേരെടുത്തിട്ടല്ലേ. പക്ഷേ മുത്തായ നബികളെ മാത്രം അല്ലാഹു വിളിച്ചതെങ്ങനെയാ? മുത്തായ പ്രവാചകനെ അല്ലാഹു വിളിച്ചതെങ്ങനെയാ? യാ അയ്യുഹൻ നബിയേ, ഓ നബിയേ. എന്തൊരു റെസ്പെക്റ്റാണ്, എന്തൊരു ബഹുമാനമാണ് അല്ലാഹു പോലും കൊടുത്തത്. അപ്പൊ അല്ലാഹു തആല പ്രവാചകനെ മുഹമ്മദ് എന്ന് വിളിച്ചിട്ടേ ഇല്ല. അത് ബഹുമാനം കൊണ്ടാണ്, പേടി കൊണ്ടല്ല. അല്ലായിരുന്നെങ്കിൽ ഖുർആൻ ഒരുപാട് മുഹമ്മദ് എന്ന് വന്നേനെ. സഹോദരങ്ങളെ, കുരുത്തം കെട്ടൊരു മറുപടി ഉണ്ട്. അപ്പം പറഞ്ഞ എന്താണ്? 25 പ്രാവശ്യം യേശുവിന്റെ പേര് കണ്ടതുകൊണ്ടാണ് യേശുവിന്റെ പിന്നാലെ പോയെന്ന്. എന്നാൽ യേശുവിന്റെ പേര് 25 പറഞ്ഞുള്ളൂ. അതിനേക്കാൾ കൂടുതൽ തവണ ഇബ്ലീസിന്റെ പേര് അല്ലാഹു പറഞ്ഞല്ലോ. എന്താ ഇബ്ലീസിന്റെ പിന്നാലെ പോകാതിരുന്നത്? അങ്ങനെ കൂടുതൽ പേര് പറഞ്ഞതിന്റെ പേരിലാ പോയെങ്കിൽ ഇബ്ലീസിന്റെ പുറകെ പോകണം, പോണ്ടേ? സഹോദരങ്ങളെ, അങ്ങനെയല്ല. മനസ്സിലാക്കുക, ചിന്തിക്കുക. ഈസാ നബി ആരാണ്? ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്ന് യേശുവാണ് ദൈവപുത്രനാണെന്ന് പറയുന്ന ക്രിസ്ത്യാനികളെ, നിങ്ങളിൽ ആരുടെയെങ്കിലും കരങ്ങളിൽ എന്റെ കാസറ്റ് എത്തുന്നുവെങ്കിൽ, ആരെങ്കിലും എന്റെ ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, നിങ്ങളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുകയാണ്. നിങ്ങൾ ഖുർആൻ പോലും പറഞ്ഞുവെന്ന് പറയുന്ന യേശുവില്ലേ, ആ യേശുവിനെ കുറിച്ചൊരു ആയത്ത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ അവസാനം പറയുന്നുണ്ട്. എന്താ ഖുർആൻ പറയുന്നത്? അല്ലാഹു ചോദിക്കുകയാണ്, യാ ഈസ ഇബ്നു മറിയം, ഓ മറിയമിന്റെ പുത്രനായ ഈസാ, അന്ത ഖുൽത ലിന്നാസ് ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്. മഹ്ശറയിൽ വരുമ്പോ അല്ലാഹു തആല ഈസാ നബിയോട് ചോദിക്കുകയാണ്, യാ ഈസ ഇബ്നു മറിയം, ഓ മറിയമിന്റെ പുത്ര, അന്ത ഖുൽത ലിന്നാസ്. ഈ നിൽക്കുന്ന ക്രിസ്ത്യാനികൾ, ഒരു ഭാഗത്ത് ക്രൈസ്തവരെ മുഴുവനും അല്ലാഹു ഒരുമിച്ച് കൂട്ടുകയാണ്, അവരുടെ എതിർഭാഗത്ത് പ്രതിക്കൂട്ടിൽ ഈസാ നബി വരികയാണ്. അല്ലാഹു ഈസാ നബിയോട് ജഡ്ജിമെന്റ് നടത്തുകയാണ്. ജഡ്ജി ചോദിക്കുകയാണ്, ഈസാ നബിയേ, നീയാണോ ഈ ക്രിസ്ത്യാനികളോട് പറഞ്ഞത് ഇത്തഖിദൂനി വ ഉമ്മിയ ഇലാഹൈനി മിൻ ദൂനില്ലാഹ്, അല്ലാഹനെ കൂടാതെ എന്നെയും എന്റെ ഉമ്മയെയോ, അതേ യേശു
യേശുവിനെയും മറിയമിനെയും ദൈവമായി അംഗീകരിക്കണമെന്ന്, അതേ ദൈവപുത്രനായി സ്വീകരിക്കണമെന്ന് നീ ഇവരോട് പറഞ്ഞു ഈസാ നബിയേ. ആ സമയത്ത് സഹോദരങ്ങളെ യേശു മറുപടി പറയുന്നതാണ്, ഇൻ കുന്തു ഖുൽതു ഫഖദ് അലിംത. അല്ലാഹുവേ, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കുന്തു ഖുൽതു, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് അലിംതു, നീ അറിയുന്നവനാണ്. തഅലമു മാ ഫീ നഫ്സി, എന്റെ മനസ്സിലുള്ളതെല്ലാം നീ അറിയുന്നവനാണ്. വലാ അഅലമു മാ ഫീ നഫ്സിക്, നിന്റെ മനസ്സിലെന്തോ എനിക്കറിയില്ല, നീ തീരുമാനിച്ചെന്തോ എനിക്കറിയില്ല. ഇന്നക അന്ത അല്ലാഹുൽ ഗുയൂബ്, നീ എല്ലാ ദൃശ്യങ്ങളും അറിയുന്നവനല്ലോ അല്ലാ എന്ന് ഈസാ നബി മറുപടി പറയുമെന്നാണ്. സഹോദരങ്ങളെ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട ഉമ്മയുമായി, അതേ മറിയമുമായി യാത്ര ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ഉമ്മാനെ ഈസാ നബി വിളിച്ചു, ഉമ്മ, ഈ ദുനിയാവ് നശ്വരമാ, ദുനിയാവ് നശ്വരമാ. നടന്ന് 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 നമ്മൾ ഖബറിലെത്തി ചേർന്നിടും. നാള് കൊഴിയും തോറും നമ്മുടെ ആയുസ്സൊന്നും കുറഞ്ഞിടും. വീർപ്പിതൊന്ന് നിന്ന് പോയാൽ ഈ അഹന്ത തീർന്നിടോ. പെരിയവൻ തന്നുള്ള റൂഹവൻ തന്നെ കൊണ്ടുപോയിടോ. നശ്വരമാ പാരിടോ, പിരിഞ്ഞു പോകുമെന്നോർക്കണേ. നാളെ നമ്മുടെ മണിയറ മണ്ണറ